ഏതമംഗലം കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം വെളിപ്പെടുത്തിയ പ്രതി ഋതുജയൻ തന്നെയും വീട്ടുകാരെയും കളിയാക്കിയതിലുണ്ടായ ദേഷ്യത്തെ തുടർന്നാണ് ആക്രമണത്തിന് മുതിർന്നതെന്ന് ഋതു പോലീസിനോട് പറഞ്ഞത്. പ്രതി ഇപ്പോൾ വടകര പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. കൊലപാതകം നടത്തിയ സമയത്ത് ഋതു ലഹരിയിൽ ആയിരുന്നില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വ്യാഴാഴ്ച രാത്രി ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന ഋതുജയൻ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് വന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഋതുവിനെ കൂട്ടുകാർ വെച്ച് പോലീസ് തടഞ്ഞു നിർത്തുകയായിരുന്നു. സിഗരറ്റ് കത്തിച്ച് ഹെൽമറ്റ് ധരിക്കാതെ വാഹനമോടിച്ചതായിരുന്നു പോലീസ് കാണിച്ചത്. തുടർന്ന് ബൈക്ക് നിർത്തിയിറങ്ങിയ ഋതു ഒരു കുസുമിലെത്താൻ 4 പേരെ കൊന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു. എന്നാൽ കത്തി എന്നിവ കൊണ്ട് 4 പേരെ ആക്രമിച്ച് ഋതുവിന്റെ വസ്ത്രത്തിൽ രക്തപ്പാടുകളും ഉണ്ടായിരുന്നില്ല. തുടർന്ന് വടകര പോലീസ് സ്റ്റേഷനിലെത്തി ഋതു ശാന്തമായിട്ടാണ് പെരുമാറിയത്. ചോദ്യത്തിന് മാത്രം ഇയാൾ ഉത്തരം നൽകി. ഞങ്ങളെ ശല്യപ്പെടുത്തി എന്നാരോപിച്ച് അയൽവീട്ടുകാർ കഴിഞ്ഞ നവംബറിൽ ഋതുവിനെതിരെ പരാതി കൊടുത്തിരുന്നു. എന്നാൽ അതിൽ പോലീസ് നടപടിയുണ്ടായിട്ടില്ല. വിളിച്ചു വരുത്തിയെങ്കിലും ഋതുവിന് മാനസിക ചികിത്സ നൽകണമെന്ന അച്ഛന്റെ ഉറപ്പിൽ വിട്ടയക്കുകയായിരുന്നു. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനാൽ കൃത്യമായ ഇടവേളകൾ ഇയാളെ നിരീക്ഷിക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ നാടിനടുക്കിയ അരുംകൊല നടന്നത്. പേരപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൻ വിനീഷ് എന്നിവരാണ് മരിച്ചത്. വിനീഷിന്റെ ഭർത്താവ് ജിതിൻ ബോസിനെ തലയ്ക്കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ എറണാകുളം ചേരനെല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്.